എല്ലാവർക്കും ഡ്രീംസ് ആൻഡ് റിയാലിറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു വീടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. വെള്ളത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന വീടുകൾ. ഈ വീടുകൾ കാണാനായിട്ട് നമ്മൾ വരേണ്ടത് കാശ്മീരിലേക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാശ്മീരിലെ നൈഗ ലേക്കിന് സമീപമാണ്. ഇവിടെ ഏത് ലേക്കിൽ നോക്കിയാലും ഇത്തരത്തിലുള്ള ഒരുപാട് വീടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പൊതുവേ ഇതിനെ ഹൗസ് ബോട്ടുകൾ എന്നാണ് പറയുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഹൗസ് ബോട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പുന്നമട കായലിലൂടെ ഒഴുകി നടക്കുന്ന ആ ഹൗസ് ബോട്ടുകളെ ആയിരിക്കും നമ്മളുടെ മനസ്സിലേക്ക് വരിക. പക്ഷേ ഇവിടുത്തെ ഹൗസ് ബോട്ടുകൾ എന്ന് പറയുന്നത് വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന മരം കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വീടുകളെയാണ് അവർ ഹൗസ് ബോട്ടുകൾ എന്ന് പറയുന്നത്. വളരെ ഗംഭീരമായ ഇൻറ്റീരിയറും പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഇതിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയർ ഇത്ര ഉണ്ടെന്ന്. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മളുടെ വീട് പണിയുന്ന സമയത്ത്, നമ്മളുടെ വീട്ടിലൊക്കെ വീട് പണിയുന്ന സമയത്ത് ചെറിയ സൗകര്യങ്ങളിൽ ഇതുപോലെ മനോഹരമാക്കി ഇൻറ്റീരിയർ ചെയ്യാമെന്നൊരു കൺസെപ്റ്റ് കൂടി ഈ വീടുകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വീടുകൾ നമുക്കിന്ന് പരിചയപ്പെടാം. വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ഇനി ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ണർ. വീടോ സ്ഥലമോ ഫ്ലാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി, യുവർ ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ണർ. നിരവധി തടാകങ്ങളുള്ള കാശ്മീരിൽ ഏത് തടാകത്തിൽ നോക്കിയാലും നമുക്ക് ഇതുപോലെയുള്ള ഹൗസ് ബോട്ടുകൾ കാണാനായിട്ട് പറ്റും. നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് നഗീൻ ലേക്കിലാണ്. ഏറ്റവും വലിയ തടാകവും സഞ്ചാരികൾ കൂടുതലെത്തുന്നതും ഡാൽ ലേക്കിലാണ്. പക്ഷേ വൃത്തിയും ഭംഗിയും തിരക്കുറവും നോക്കി നമ്മൾ തിരഞ്ഞെടുത്തത് നഗീൻ ലേക്കിനെയാണ്. നഗീൻ ലേക്കിൻ്റെ വിദൂരതയിൽ ഒരു കോട്ട നമുക്ക് കാണാൻ സാധിക്കും. 1950-ൽ മുഗൾ ചക്രവർത്തിയായ അക്ബർ നിർമ്മാണം ആരംഭിച്ച ഈ ഫോർട്ടിൻ്റെ ഇന്നത്തെ ഔദ്യോഗിക നാമം ഹരി പർവത് എന്നാണ്. ഒരുപാട് ചരിത്രമിറങ്ങുന്ന ഈ ഫോർട്ടിൽ 100 അടിയുള്ള ഒരു ഇന്ത്യൻ പതാക സ്ഥാപിച്ചത് 2021 ഓഗസ്റ്റ് 15 മാത്രമാണ്. ചരിത്രത്തെയും സമകാലിക രാഷ്ട്രീയത്തെയും കശ്മീരികളുടെ ജീവിതത്തെയും തൊട്ടറിഞ്ഞ് ഈ ഹൗസ് ബോട്ടുകളിൽ ഒരു ദിവസം താമസിക്കുക എന്നത് പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. പൂർണ്ണമായും ദേവദാരു മരങ്ങളിൽ തീർത്ത ഈ ഹൗസ് ബോട്ടുകളിൽ നമ്മൾ ആദ്യം കയറി ചെല്ലുന്ന ഈ ഒരു ഭാഗം സിറ്റ് ഔട്ട് എന്നോ ബാൽക്കണി എന്നോ എല്ലാം നമുക്ക് വിശേഷിപ്പിക്കാം. തടാകത്തിൻ്റെ മനോഹാരിതയും ശിക്കാരകളിലുള്ള കാശ്മീരികളുടെ ജീവിതവും എല്ലാം ഇവിടെ ഇരുന്ന് ആസ്വദിക്കും. ഇവിടെ നിന്ന് നമ്മൾ കടക്കുന്നത് ലിവിങ്ങിലേക്കാണ്. നല്ല വൃത്തിയായി കാശ്മീരി ട്രഡീഷണൽ സ്റ്റൈലിൽ കൊത്തുപണികളും ഇൻറ്റീരിയറുമുള്ള ഇവിടം നമ്മളെ അതിശയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ കടക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇവിടെയും കാശ്മീരി വാസ്തുഭംഗി നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നു. 10-12 പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു ഗംഭീര ഡൈനിങ്. ഡൈനിങ്ങിൽ നിന്ന് ചെറിയൊരു ഇടനാഴി കൊടുത്ത് അവിടെയായിട്ടാണ് ഈ ഹൗസ് ബോട്ടിലെ 3 ബെഡ്റൂമുകൾ, ചെറിയൊരു കിച്ചൺ എന്നിവയെല്ലാം വരുന്നത്. ഡൈനിങ്ങിൽ നിന്ന് നേരെ കിടക്കുന്നത് കിച്ചണിലേക്കാണ്. താരതമ്യേന ചെറുതാണ്, എന്നാലും സൗകര്യങ്ങൾക്ക് ഒട്ടും കുറവില്ല. ഇനി നമ്മൾ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോയാൽ വലിയ ബെഡ്റൂമുകൾ. ഈ ഒരു ഹൗസ് ബോട്ടിനെ പുറത്തുനിന്ന് നോക്കിയാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല ഇത്തരം വലിയ ബെഡ്റൂമുകൾ ഇതിനകത്തുണ്ടെന്നുള്ളത്. വലിയ കിങ് സൈസ് ബെഡുകൾ, മരത്തിൽ കൊത്തുപണികളോട് കൂടിയ മനോഹരമായ സീലിംഗ് വർക്കുകൾ, മനോഹരമായൊരു ഡ്രസ്സിംഗ് ഏരിയ, ബാത്ത് ടബ് സഹിതമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുകൾ. ഇത്രയും സ്ഥലപരിമിതിയിൽ ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇത്തരത്തിലുള്ള 3 ബെഡ്റൂമുകളാണ് ഈ ഹൗസ് ബോട്ടിൽ. വളരെ വ്യത്യസ്തമായ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ആർക്കും വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. വെറും 1000 സ്ക്വയർ ഫീറ്റ് ആണ് 3 ബെഡ്റൂമും വലിയൊരു ലിവിങ്ങും വലിയൊരു ഡൈനിങ്ങും വിശാലമായ ഈ ഒരു സിറ്റ് ഔട്ടൊക്കെ വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ആകെ വരുന്നത്. ഇത്രയും ചെറിയ സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ 3 ബെഡ്റൂം ഇങ്ങനെ ഒരുക്കാം എന്ന വലിയൊരു പാഠമാണ് എനിക്ക് ഈ വീട് പകർന്നു തന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, സീ യു അഗൈൻ.